ഇബ്രാഹിം ഫൈസി അവർകളാണ്. അദ്ദേഹത്തെയും അതിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഇസ്മാലി സഖാഫി തോട്ടമുക്കം സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم. صدق وبلغ نبيه الرسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم الفتنة نائمة والويل لمن أيقظها. അഭിവന്യരായ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക പണ്ഡിത സംഘടനയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട കോട്ടുമല ബാബു മുസ്ലിയാർ അവർകളെ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയും സംഘടനയുടെ ജീവനാഡിയുമായ ജാമിയ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തമായ വക്താവായ ബഹുമാനപ്പെട്ട ഹാജി കെ മുഹമ്മദ് ഫൈലി, ഈ ജാഥയുടെ ക്യാബിനും മുസ്ലിം സമുദായത്തിന്റെ ആവേശവുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ദാർശനികനും ചിന്തകനും ഗ്രന്ഥകാരനും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാഉദ്ദീൻ നദിവി ഉസ്താദ്, SKSSFന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈലി ഓണംപള്ളി, ബഹുമാന്യരായ SKSSFന്റെ സീനിയർ പ്രസിഡന്റ് നാസർ ഫൈലി കൂടക്കത്തായി തുടങ്ങി ഈ സദസ്സിനെ ധന്യമാക്കിയ ബഹുമാന്യരായ നേതാക്കളെ, ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സുദീർഘമായ ഒരു പ്രഭാഷണമല്ല ഈ സദസ്സിനാവശ്യം. ചില തിരിച്ചറിവുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യത്തിൽ ഞങ്ങൾക്കാർക്കും മാന്ത്രിക ശക്തിയില്ല, എന്നാലും ഇവിടെ മഴ പെയ്തിട്ടില്ല. ഒരു മാന്ത്രികന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു. അയാൾ പറഞ്ഞു മഴ പെയ്യാത്തത് മാന്ത്രികതയാണ്. ഇങ്ങനെ ആകപ്പാടെ അഭിനയത്തിന്റെ പൂരം നടത്തിയ ഒരു സമ്മേളനം കുറച്ചപ്പുറത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്നിരുന്നു. ഏകദേശം എല്ലാ യത്തീംഖാനയിലെ വിദ്യാർത്ഥികളും അവരുടെ വാർഡന്മാരും എല്ലാ അറബി കോളേജിലെ മുത്തഅല്ലിമീങ്ങളും അവരുടെ ഉസ്താദുമാരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസ മുഅല്ലിമീങ്ങൾ മുഴുവൻ എല്ലാം കൂടി തടിച്ചുകൂടിയ ഒരു സമ്മേളനമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഞാൻ കരുതിയത് ഇതിനൊക്കെ അപ്പുറം ഉണ്ടാവുന്നതാണ്. സത്യത്തിൽ പിരിഞ്ഞു പോന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇത്രയൊന്നല്ലായിരുന്നു. ഇപ്പോ കുടുംബസമേതം വന്നിട്ട് കാണാനുള്ളത് ഇതാണ്. എല്ലാം കൂടി എണ്ണി നോക്കിയാൽ നമ്മളെ
കൂരിയാട് നടന്ന സമസ്ത സമ്മേളനത്തിൽ വെള്ളം കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച വോളണ്ടിയേഴ്സിന്റെ എണ്ണവും. ഇതാണ് ഈ മാമാങ്കത്തിന്റെ സമാപനം. അത് നല്ല രസമായി. കാര്യമായ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം. എന്താ സന്തോഷം? മംഗലാപുരം മുതൽ കാന്തപുരത്തെ തിരുവനന്തപുരം വരെ കൊണ്ടുവന്നവരോട്, എന്നിട്ട് അയാൾക്കില്ലാത്ത ഗുണങ്ങൾ മാത്രം എഴുതിയ പ്രതിജ്ഞ ചെല്ലിച്ചവരോട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തൊക്കെയാ കാര്യങ്ങൾ? പ്രതിജ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഞാൻ എല്ലാവരെയും സ്നേഹിക്കും, അയാൾ ആരെയും സ്നേഹിക്കാറില്ല. എനിക്ക് സ്വന്തമല്ലാത്തതൊന്നും ഞാൻ അവകാശപ്പെടില്ല. സെക്രട്ടറി പോസ്റ്റ് പോലും അയാൾ സ്വന്തമായി അവകാശപ്പെട്ടതല്ല. എനിക്ക് സ്വന്തമല്ലാത്തതൊന്നും ഞാൻ സമ്പാദിക്കില്ല. ജില്ലാ ഖാദിയുടെ പോസ്റ്റൊക്കെ രാജിവെക്കേണ്ടി വരും. സ്ത്രീകളെയും കുട്ടികളെയും ഞാൻ ഉപദ്രവിക്കില്ല. ഞാൻ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറും. എന്താ ഞാൻ പറയാ? 1072 നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഇങ്ങനെ അയാൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ ഒരു കടലാസിൽ എഴുതിച്ച് മൂപ്പരോട് പറഞ്ഞു ഇതൊക്കെ വായിക്കണം. മൂപ്പര് വായിച്ചു, സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടാക്കി. ഇതാണ് കാര്യമായിട്ട് നടന്നത്. ഇതിന് മാനവികത എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലും സന്തോഷമാണ്, മനുഷ്യത്വം എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലും സന്തോഷമാണ്. 10-72 വയസ്സായ ഒരു മനുഷ്യനോട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവുക. അതല്ലേ ആ പ്രതിജ്ഞ? ഞാൻ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്യില്ല. ആരെവിടെ ഏറ്റവും അധികം ചെയ്ത്? നിങ്ങൾ പറയാം, ആരാ ചെയ്തത്? അല്ലേ? സ്ത്രീ സെക്രട്ടേറിയറ്റിലും വിഷയത്തിൽ നിന്ന ഒരേ അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടുക? ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരല്ലേ. ഒന്നുകിൽ എനിക്ക് സംഘടന എന്താ എന്ന് പഠിപ്പിച്ചവർ, അല്ലെങ്കിൽ ഞാൻ സംഘടന എന്താ എന്ന് അങ്ങോട്ട് പഠിപ്പിച്ചവർ. അവരെ ഉള്ളൂ ആ കൂട്ടത്തില്. സ്വാഭാവികമായും നിങ്ങളീ പറയുന്ന ദേഷ്യമൊന്നും അവർക്ക് നമ്മളോടുണ്ടാവില്ല. നമ്മൾ പറയുന്നത് ശരിയാന്ന് അവർക്കറിയാം. നിങ്ങളീ പറയുന്ന വെറുപ്പൊന്നും അവരോടുണ്ടാവില്ല. എന്താ കാരണം? നമ്മൾ പറയുന്നത് സത്യമാണെന്ന് അവർക്കറിയാം. നമ്മൾ എന്താ പറയുന്നതെന്ന് അവർക്കറിയാം. നാം ശരിയുടെ പക്ഷത്തെ നിൽക്കൂ എന്ന്, നമ്മളിൽ ധാർമ്മികതയുണ്ടെന്ന്, നാം ശരിയായി ജീവിക്കൂ എന്ന് നമ്മളെ ചെറുപ്പം മുതൽ തൊട്ടറിഞ്ഞവർക്കറിയാം. പിന്നെ അവർ കള്ളത്തരം പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അതറിയാത്തവന്റെ വാദമാണ്. നിങ്ങൾ ആലോചിക്കല്ലേ? എന്നിട്ട് പുത്തിരിക്കണ്ടം മൈതാനിയിൽ ഒരു പ്രസംഗം നടന്നു. ആരാ പ്രസംഗിച്ചത്? നമ്മുടെ പഴയകാലത്തെ സഹപ്രവർത്തകനും കാര്യമായ പ്രഭാഷകനുമായ എൻ അലി അബ്ദുള്ള സാഹിബാണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ, അല്ലെ? ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഒരു വലിയ പ്രസംഗം നടത്തി. മൂപ്പരാണ് മനുഷ്യാവകാശ പ്രസംഗം നടത്തിയത്. എന്താ വേറെ ആരെയും തെരഞ്ഞെടുക്കാൻ? കുറെ തലയിൽ കെട്ടിട്ടിയ ആൾക്കാരുണ്ടല്ലോ ബാക്കില്. എന്തുകൊണ്ട് പേരോടിനെ തെരഞ്ഞെടുത്തില്ല? അയാളെ കണ്ട ആൾക്കാർക്ക് ഓർമ്മയുള്ള മുടിയാണ്. സനദ് എന്നും നസബ എന്നൊക്കെ മൂപ്പര് പറയുന്നത് ആൾക്കാർക്ക് ഓർമ്മ വരും. മൂപ്പരെ നിർത്തിയില്ല. ഇങ്ങനെ മറുപക്ഷത്തെ കാര്യമായ പ്രഭാഷകന്മാരെ മുഴുവൻ തഴഞ്ഞു. നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഈ മന്ത്രിമാരെ കൊണ്ടൊരു കളി കളിപ്പിച്ചതിന്റെ ലക്ഷ്യം തന്നെ പ്രസംഗിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് കാന്തപുരത്തിന് നേരെതിരാണ്. വലൈസ മിന്ന മൻ ദഅ ഇലാ അസബിയ്യ, അസബിയ്യത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. വലൈസ മിന്ന മൻ ഖാതല ലി അസബിയ്യ, അസബിയ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തവൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. വലൈസ മിന്ന മൻ ഖുതില ലി അസബിയ്യ, അസബിയ്യത്തിന് വേണ്ടി വധിക്കപ്പെട്ടവനും നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അസബിയ്യ എന്നത് പ്രവാചകൻ ഉപയോഗിച്ചപ്പോഴ്
ആ പ്രയോഗം പൊതുവായി ഇല്ലാത്തതുകൊണ്ടാവാം, അതല്ലെങ്കിൽ ആശയത്തിൽ അവ്യക്തത വന്നതുകൊണ്ടാകാം. സഹാബത്ത് ചോദിച്ചു, വമൽ അസബിയ്യത്തു യാ റസൂലല്ലാഹ്, അസബിയ്യ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നിന്റെ സമുദായത്തിനെ അക്രമത്തിന്റെ മേൽ സഹായിക്കലാണ്, നീ നിന്റെ ഉമ്മത്തിനെ ളുൽമിന് സഹായിക്കലാണ്. അതിന്റെ പേരാണ് അസബിയ്യ. അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദി ആരാ? കാന്തപുരമാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വർഗീയവാദി. അയാളാണ് നമ്മുടെ പള്ളികൾ പൂട്ടിക്കാൻ സഹായിച്ചത്. ഇന്നലെ ഉണ്ടായ ഒരു മാനവിക രഹസ്യങ്ങളോട് ഞാൻ പറയട്ടെ. കണ്ണൂർ, നമ്മളെ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലം, നമ്മുടെ ജാഥയുടെ ബാഹുല്യം കണ്ടപ്പോൾ, ആളുകൾ വന്നുകൂടിയത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാത്ത ചില മാനവിക പ്രവർത്തകർ മദ്യപിച്ചിട്ടാണ് ചോദ്യവുമായി വന്നത്. മാനവികത ഉണരണമെങ്കിൽ കുറച്ച് കുടിക്കണമല്ലോ. പിന്നെ കത്തി കാണിച്ചുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. കാരണം എന്താ? അവർ മാനവികതയുടെ വാക്താക്കളാണ്. ഇവിടെ നമ്മളെ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോ മറുവിഭാഗത്തിലെ കാര്യമായ ഒരു പ്രഭാഷകന്റെ നേതൃത്വത്തിലാണ് ഗുണ്ട ആക്രമണ സംഘത്തിന്റെ പ്രവർത്തനമുണ്ടായത്. ഇവരെന്താ അള്ളാനെ പറ്റി മനസ്സിലാക്കിയത്? പാവപ്പെട്ട ഇസ്മായിൽ സഖാഫിക്ക് പറയാനുള്ളത്, ഇതിന്റെ ഇടയിൽ എനിക്കിങ്ങനെ ഓർമ്മ വരിക, ഇത്ര സഖാഫികളെ പേരിങ്ങനെ വിളിക്കണ മറ്റൊരു സമ്മേളനം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതേതാ? മക്ക സമ്മേളനം. സി ഇങ്ങനെ പേര് വിളിക്കണു, എ പി ഇങ്ങനെ സനത് കൊടുക്കണു. അതുപോലെ ഒരു സമ്മേളനം അപ്പം നടന്നേ. സഖാഫികളെ പേരിങ്ങനെ വായിക്കുന്നു, മറ്റുള്ളവർ സ്വീകരണം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു വിജയമാണ്. ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും പൂർണ്ണമായും അവരെ കീഴ്പ്പെടുത്താൻ ഒരു വ്യാജനും സാധിച്ചിട്ടില്ല. മറുപക്ഷത്തുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരാ, അവർ അദ്ദേഹം നേതാവാണെന്ന് വിശ്വസിച്ചവരാ. അതുകൊണ്ട് അവരോട് നമുക്ക് ദേഷ്യമില്ല, നന്നാകും. കാരണം ഞാൻ നന്നായില്ലേ. ഇന്നേക്കായാലും വലിപ്പമുള്ള തീവ്രവാദികളൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. നന്നാകും. ശരി മനസ്സിലാകുന്നൊരു സമയത്ത് നന്നാകും. നമുക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ പ്രബോധിതരും ഞങ്ങൾ പ്രബോധകരുമാണ്. പ്രബോധിതന്റെ തീവ്രമായ നിലപാടുകൾക്ക് സമമായി പ്രതികരിക്കുക എന്നത് ഒരു പ്രബോധകന്റെ ലക്ഷണമല്ലല്ലോ. നമ്മൾ അവർക്ക് സന്ദേശം എത്തിക്കേണ്ടവരാണ്. ഇങ്ങനെ ആകത്തുക നടന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാന്താവിൽ നിന്ന് തെറ്റി പ്രവാചക കേശത്തിന്റെ കച്ചവടം പൊട്ടി. ഇനി തിരിച്ചു പിടിക്കാനുള്ളൊരു നമ്പറാണ് ഇപ്പോഴിവിടെ കളിച്ചത്. അതാണ് കേരള യാത്ര. യാത്ര ഒന്നല്ല, നടന്നോടത്തുള്ള യാത്രയൊക്കെ പൊളിച്ച് ഇവിടെയുള്ള യാത്ര അവസാനമായി ഞങ്ങൾ പൊളിക്കുക. മംഗലാപുരത്ത് നിന്ന് മൂപ്പർ ആദ്യം പ്രസംഗിച്ചത് ഹാളിലായിരുന്നു, ഞങ്ങൾ പ്രസംഗിച്ചത് ഗ്രൗണ്ടിലാണ്. മൂപ്പർ പ്രസംഗിച്ചപ്പോ 45 ഡിഗ്രി ചൂടുണ്ടായിരുന്നു, ഞങ്ങൾ പ്രസംഗിച്ചപ്പോ മഴ പെയ്തു. അപ്പൊ എഴുതി കലങ്ങി. മഴ പെയ്താൽ കലങ്ങാക്കും, പൊടിമണ്ണല്ലേ. ജനങ്ങൾ വിരിഞ്ഞു പോയിട്ടില്ല. കാരണം ഇത് കൂലി കൊടുത്തു കൊണ്ടുവന്നവരല്ല, ഫ്രീ ഫുഡ് കൊടുത്തിട്ടില്ല, അവർക്ക് നമ്മൾ ട്രെയിനോ ബസ്സോ കൊടുത്ത് കൂലിക്കിറക്കിയതല്ല. ഇവരൊക്കെ വന്നത് ആശയം പഠിക്കാനാണ്. മഴ കൊണ്ടുനിന്നവർ, സ്വന്തം തലയുടെ മുകളിൽ കസേരകളെ പൊക്കിവെച്ചവർ, ആ സമ്മേളനം തീരുവോളം അവർ അവിടെ നിന്നു. ഈ ആവർത്തനം വരുന്ന വഴിയിൽ പലപ്പോഴും ഉണ്ടായി. എന്നിട്ട് പ്രചരിപ്പിച്ചു വലിയ മൂല്യന്മാരെ, അത് കുരുത്തക്കേടാണ്. എന്ത് മഴ പെയ്തത്? ശരി, ആയിക്കോട്ടെ. ഇപ്പൊ കേരളത്തിലെ ആളുകൾ ഇടക്കിടക്ക് ഇനി ദ്വാ ചെയ്തോളും, പടച്ചോനെ കാന്തപുരത്തിന്റെ കുരുത്തക്കേട് കുറച്ച് കിട്ടണേ. വേനൽക്കാലത്ത് മഴ പെയ്യൽ കുരുത്തക്കേടാണെങ്കിൽ ആളുകൾക്ക് മഴ വേണമെങ്കിൽ ഇനി കാന്തപുരത്തെ തെറി പറഞ്ഞാൽ മതി എന്ന് മനസ്സിലാവുന്നുണ്ട്. തലന്റെ ഉള്ളിൽ ആളില്ലെങ്കിൽ മിണ്ടാതിരുന്നോ, വെറുതെ പൊട്ടപ്പോയത്തോ പറയാൻ. പോരുന്ന വൈക്കലും മൂപ്പർക്ക് കുറെ മഴ കിട്ടി. അപ്പൊ സംഭവം എന്തായി? അനുഗ്രഹം. ഇങ്ങനെ ഒന്നും പറയാനില്ലാത്തപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിലനിൽക്കുക. അങ്ങോളം ഇങ്ങോളം വാഴ്ത്തലുകളാണ്. സ്വാമിമാരുണ്ട്, പാതിരിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, യുക്തിവാദികളുണ്ട്, ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇവരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ, വിട്ടുനിർത്തിയാൽ മാനം രക്ഷപ്പെടും.
അടുപ്പിച്ചാൽ നിങ്ങൾക്ക് അപകടം ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന അപകടം നിങ്ങൾ സഹിക്കുക. ഞങ്ങൾ ഏതായാലും സുരക്ഷിതരാണ്. ഞങ്ങൾ ആരും ഇനി അയാളെ കാണാനും കൂടി നിൽക്കില്ല. ഞങ്ങൾക്ക് ഇത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ചില ആളുകൾക്കൊരു തോന്നലുണ്ടാകും. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. കാസർകോട്ടെ പ്രസംഗം ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? മംഗലാപുരത്ത് ആരാ ഉദ്ഘാടനം ചെയ്തത്? KV തോമസ്. ആഷിഖുർ റസൂലാണേ KV തോമസ്. അയാൾക്കുള്ള യോഗ്യത എന്താ? തസ്ലീമാ നസ്രിയിൽ പൂച്ചൊണ്ട് കൊടുത്തതും യഹൂദയുടെ ചാരൻ എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാന്തപുരത്തിന്റെ സ്വന്തം അനുയായികൾ സിറാജ് പത്രത്തിൽ ലേഖനം എഴുതിയ ആളാണ്. മൊസാദിന്റെ ചാരൻ എന്ന് കാന്തപുരം വിളിച്ച ആളാണ് KV തോമസ്. ഞങ്ങൾക്കിത് രണ്ടും അറിയില്ല. തോമസ് അങ്ങനെയാണോ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ചാരന്മാർക്ക് പൊതുവെ ചാരന്മാരെ പരിചയം ഉണ്ടാവുമല്ലോ. രണ്ടാളും ഒരു ഓഫീസിലാണോ വർക്ക് ചെയ്യണത് ഞങ്ങൾക്കറിയില്ല. കാന്തപുരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട് അങ്ങനെയാണോ എന്ന്. ഇപ്പോ KV തോമസും കൂടി ചേർന്നപ്പോ ഞങ്ങൾക്ക് തോന്നിയില്ല ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന്. സംശയം ബലപ്പെട്ടു വരിക. അതായിരുന്നു യോഗ്യത. ഏതായാലും അവിടുത്തെ പരിപാടി കഴിഞ്ഞ് കാസർഗോഡ് വന്നു. അവിടെ പ്രസംഗിച്ച CM ഇബ്രാഹിം സാഹിബ. മൂപ്പരെന്തേ പറഞ്ഞു തരും? നിങ്ങളാരും ഇനി ഹൗസുൽ ആലമിനെ കൊണ്ടൊന്നും തവസ്സുലാക്കണ്ട, റിഫായി ഷെയ്ഖിനെ കൊണ്ടൊന്നും തവസ്സുലാക്കണ്ട. നിങ്ങൾ ഷെയ്ഖുനാനെ കൊണ്ട് തവസ്സുലാക്കിയാൽ മതി. AP കൊണ്ടേ സുമൂദിന് പകരം AP മൗലൂദ് മൂപ്പർക്ക് ആകാതെ ഓതാൻ അറിയുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ആദ്യം മൂപ്പരുടെ വസീല ദേവഗൌഡയായിരുന്നു, പിന്നീട് അത് കുമാരസ്വാമിയായി, ഇപ്പൊ സോണിയാഗാന്ധിയാണ്. ഇനി AP ആകുകയാണെങ്കിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ആർക്ക്? CM ഇബ്രാഹിം. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിയമത്തിൽ നിന്നും ശൈലിയിൽ നിന്നും ഇത്തരം പണ്ഡിതന്മാരെ തടയണമെന്നാണ് നമ്മൾ പറഞ്ഞത്. കണ്ണൂർ ജില്ലയിൽ കടന്നപ്പോൾ സംഭവം മാറി. കാന്തപുരത്തിന്റെ ഇടതുഭാഗത്ത് സുധാകരനും വലതുഭാഗത്ത് ജയരാജൻ, നടുക്കൽ കാന്തപുരം. നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? അവിടെ അതിക്രൂരതയുടെ ഒരു ചരിത്രം ഉറങ്ങിക്കിടന്നിരുന്നു. ഒരു പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനെ രാഷ്ട്രീയപരമായ വിജയിൽ പിടിച്ചുകൊണ്ടുപോയി ഫലമായി കോടതി വിചാരണ നടത്തി പാർട്ടിയിലെ ഗുണ്ടകൾ കുത്തിവീഴ്ത്തിയ മണ്ണിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന്, മുസ്ലിം ബഹുജനത്തിൽ നിന്ന്, എല്ലാ മനുഷ്യസ്നേഹികളിൽ നിന്നും ചിലർ മാറി നിന്ന സമയമായിരുന്നു അത്. അന്ന് സംശയത്തിന്റെ നേരെ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇടതുഭാഗത്തിരുത്താൻ കഴിഞ്ഞു എന്നതാണ് കാന്തപുരത്തിന്റെ കാര്യമായ നേട്ടം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം CPM-കാർ ആക്രമിച്ച നേതാവ് ആരാണെന്ന് CPM-കാരോട് ചോദിച്ചാൽ അവരാരെ പേരാ പറയാ? സുധാകരന്റെ പേരാ പറയാ. ഏറ്റവും അധികം കോൺഗ്രസുകാർ ആക്രമിച്ച ഗുണ്ടയാരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാർ ആരെ പേരാ പറയാ? ജയരാജന്റെ പേരാ പറയാ. മുസ്ലിമീങ്ങളെ, സുന്നികളെ ഏറ്റവും അധികം ആക്രമിച്ച ഗുണ്ട ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആൾ ആരാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആരെ പേരാ പറയാ? ഇത് മൂന്നും കൂടി ചേർന്നപ്പോൾ വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത് മൂന്നും കൂടി അടുത്ത് നിന്നപ്പോൾ ഒരു അപൂർവ ഫോട്ടോ ആയിട്ട് എനിക്ക് തോന്നുകയാണ്. സൂക്ഷിച്ചു വെക്കണം. ഇവരൊക്കെ ഉണർത്തിയാൽ ഉണരുന്ന മാനവികത എന്താ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? മനസ്സിലായോ? ഇങ്ങനെ ഓരോ ജില്ലകളിൽ ചിലയിടത്ത് അദ്ദേഹം സ്വാമിയായി, ചിലയിടത്ത് അദ്ദേഹത്തെ ശ്രീകൃഷ്ണനാക്കി, ചിലയിടത്ത് അദ്ദേഹത്തെ ഗുരുവായൂരപ്പനാക്കി, ചിലയിടത്ത് അദ്ദേഹത്തെ മാന്ത്രികനാക്കി, ചിലയിടത്ത് അദ്ദേഹത്തെ ദൈവത്തിന്റെ സ്വന്തം ആളാക്കി. ഇങ്ങനെ പോകും. ഈ കളിയൊക്കെ കഴിഞ്ഞ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വന്നപ്പോ കുറച്ച് മന്ത്രിമാരെ നിർത്തിയിട്ടൊരു ഗെയിമും, അടുത്ത ഗെയിം എന്താപ്പോ അത്? നമ്മുടെ വൈദ്യുതി മന്ത്രി തൽക്കാലം ട്രാൻസ്ഫോമറിന്റെ ഫീസ് എവിടെ ഇടുന്നതെന്ന് നോക്കിയാൽ മതി. മുസ്ലിം സമുദായത്തിന്റെ ട്രാൻസ്ഫോമർ എവിടെ നോക്കണ്ട, അത് നോക്കാൻ ഞങ്ങൾക്കറിയാം. അത് വൈദ്യുതി മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മൂപ്പർ എവിടെയാണ് ഇടുക്കിയിലെ ഫീസ് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കായംകുളത്തിലെ വയറ് പൊട്ടിയിട്ടുണ്ടോ നോക്കിയാൽ മതി. ഈ സമുദായത്തിന്റെ ട്രാൻസ്ഫോമർ എവിടെയെന്ന് ഞങ്ങൾക്കറിയാം. അത് കൃത്യമായി മനസ്സിലാക്കുന്നത് മന്ത്രിക്ക് നല്ലതാണ്. ചിലപ്പോൾ മൂപ്പർക്ക് തോന്നുന്നുണ്ടാവും. മൂപ്പർ അതിലെ ഒരാൾ പറഞ്ഞു, ഒരു അസംതൃപ്തനായ മനുഷ്യൻ, അയാള് ഒരു യാത്ര നടത്തി വയന്നതാണ്. തുല്യ ദുഃഖിതർ തമ്മിൽ കാണുമ്പോൾ സ്വാഭാവികമായും സന്തോഷം ഉണ്ടാവുമല്ലോ. ഈ കേരള യാത്രയുടെ മുമ്പ് ഒരു 2 ലക്ഷം കൂടി ചേർത്ത മൂപ്പര യാത്രയാവും. നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുക. ഒരു MLA
കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയൊരു യാത്ര ഉണ്ടായിരുന്നു. ഇതാ ഭൂമി കുലുങ്ങുന്നു എന്ന് പറഞ്ഞു. വയനാട്ടിൽ മത്സരിച്ചു, കെട്ടിവെച്ച കാശ് പോയി. പിന്നെ ആരും സ്വീകരിക്കാനില്ലാത്തപ്പോൾ പഴയ സത്രത്തിൽ തന്നെ ഒരു ചെറിയ പായ കിട്ടിയപ്പോൾ കിടന്നുറങ്ങാൻ മൂപ്പര്. പക്ഷെ മൂപ്പർക്ക് ഇപ്പം മന്ത്രിപദം ആവശ്യമില്ല. ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇയാൾ എന്താ തകർന്നത്? അപ്പൊ അയാളെ പ്രസംഗത്തിൽ പറഞ്ഞു, എന്നെ ഉപദേശിക്കൽ ഉസ്താദാണ് എന്ന്. കേരളത്തിലൊരു പാർട്ടിയുടെ വലിയൊരു നേതാവായിരുന്ന ആൾ, കേരള മുഖ്യമന്ത്രിയാകേണ്ടയാൾ, ഭരണപരമായ യോഗ്യതയുള്ളയാൾ, വോട്ടർമാരുമായി നേരിട്ട് ബന്ധമുള്ളയാൾ, കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാൾ, ഇയാൾ എന്താണ് ഈ അബദ്ധം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി ശ്രീ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ? ഉസ്താദിന്റെ ഉപദേശം സ്വീകരിച്ചതാണ്. ഇപ്പം മൂപ്പർക്ക് ഇനി എങ്ങനെയെങ്കിലും ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ പകുതി അയൽക്കേറെ താല്പര്യമുണ്ട്. അതിന്റെ കളിയാണ് വർഗീയ കളി. സാമുദായിക പ്രാധാന്യം എന്ന പുതിയ ബോംബിട്ടത് അതാണ്. മൂപ്പര് പറഞ്ഞു, ഉസ്താദിനെ കൂട്ടുകയാണെങ്കിൽ 5ന്റെയും 6ന്റെയും കണക്കൊന്നും ഉണ്ടാവില്ല. ബോധം പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഉസ്താദിനെ കൂട്ടുകയാണെങ്കിൽ 5ന്റെയും 6ന്റെയും കണക്കൊന്നും ഉണ്ടാവില്ല. ഒരു കണക്കും ഉണ്ടാവില്ല. ഒറ്റ കുട്ടി ജയിച്ചിട്ട് വേണ്ടേ? ഉസ്താദിനെ കുട്ടിയാ. 5ന്റെയും 6ന്റെയും കണക്കൊന്നും ഉണ്ടാവില്ല. കൊടുക്കണ എന്തെങ്കിലും വാങ്ങിയാൽ മതി. അതായത് മൂപ്പർക്ക് എന്തെങ്കിലും ഒന്ന് കൈമടക്ക് കൊടുത്താൽ മതി, വോട്ടിട്ടു. ഇവിടെ 2 വ്യത്യസ്തത ഉണ്ട്. നമ്മൾ അവകാശബോധമുള്ള ആളുകളാ. നമുക്ക് തരാനുള്ളത് ചോദിച്ചു വാങ്ങുന്ന ചെയ്യും. 6 അല്ല 7 അല്ല 10 അല്ല കേരളം ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അത് എല്ലാരും നോക്കുന്ന കാര്യം. ഇത്ര വലിയ അപകടമൊന്നും ഇപ്പൊ ആ വിഷയത്തിലില്ല. എന്താ മുസ്ലിം MLA-മാര് കൂടിക്കൂടെ? ജനാധിപത്യല്ലേ? കളിച്ച് സ്വന്തം ഉണ്ടായിരുന്നതിനെ കളഞ്ഞിട്ട് അയൽക്കാരന്റെ വിള കാണുമ്പോൾ അസൂയ കാട്ടുന്നത് നല്ലതല്ല. സ്വന്തം പറമ്പിൽ കൃഷി ചെയ്താൽ മതി. തൊട്ടടുത്ത വീട്ടുകാരന്റെ തെങ്ങ് കായ്ക്കുന്നു എന്ന് അയാൾ ദേഷ്യം പിടിക്കല്ല ചെയ്യേണ്ടത്. അയാൾ എങ്ങനെ വളം ചെയ്യുന്നു എന്ന് പഠിച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഉസ്താദിനെ എങ്ങനെ കൂട്ടിയിട്ടൊന്ന് കളിച്ചു നോക്കാൻ തോന്നുന്നുണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്, സന്തോഷമുണ്ട്. നിങ്ങളും കൂടി ഒന്ന് പഠിച്ചാൽ പിന്നെ മൂപ്പർക്ക് അഡ്രസ് ഉണ്ടാവുമല്ലോ. കുറച്ച് പഠിക്കാൻ ബാക്കിയുള്ള ആൾക്കാർ നിങ്ങളെ ഉള്ളൂ. കുട്ടികളെ എത്തിങ്ങാനിലെ കുട്ടിയൊക്കെ എവിടെയോ വോട്ട്. ഇതൊക്കെ എത്തിങ്ങാനിന്ന് വരുന്നതല്ലേന്ന്? വെള്ളക്കുപ്പായും തുണിയിട്ട് ഇത് കണ്ടാ മനസ്സിലാവൂലേ? 25,000 ആളുകൾ ഒരേ യൂണിഫോമിൽ പൊതുജനം ഉണ്ടാവോ? ഇതിന്റെ ആ തലയിൽ കെട്ടും തൊപ്പിയും ചുപ്പിയും പൈജാമിയും കണ്ട അറിഞ്ഞൂടെ ഈ സാധനം റെഡിമെയ്ഡാണെന്ന്? ഇത് ഈറ്റിങ്ങളൊക്കെ എങ്ങനെയാണ് MLA ആയിരുന്ന മനസ്സിലാക്കുക? ബുദ്ധി വേണ്ടേ? ഇത് നിങ്ങൾ നോക്കി, നിങ്ങൾ ഒരേ രീതിയിലുള്ള ഷർട്ട് നിങ്ങൾക്ക് ആർക്കും കാണില്ല. കാരണം നിങ്ങൾ വിവിധ വീട്ടിൽ നിന്ന് വന്നവരാ. ശരിയല്ലേ? ഇനിയുമായിട്ടൊരു 100 ആൾ ഇവിടെ ഇരുന്ന ഉറപ്പാ ഇതൊറ്റ മേടാണ്, ഒരു സ്ഥലത്ത് നിന്ന് വന്നതാണ്. ശരിയല്ലേ? നമ്മളെ നാട്ടിലുള്ള കോഴികൾക്കൊക്കെ പല കളറാ. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതൊക്കെ വെളുത്തതാ, ഒരേ കളർ. ഇത് കാണുമ്പോൾ മനസ്സിലാക്കാമല്ലോ അത് ഇറക്കുമതിയാണ്, നാട്ടിലെ നാടൻ കോഴി അല്ല. ഇതിന് അധിക ബുദ്ധി ആവശ്യമുണ്ട്, ഒരു സാമാന്യ ബുദ്ധി പോലെ. ഇതൊക്കെ കണ്ടിട്ട് ഹാലളുകയാണെങ്കിൽ നല്ലതാണ്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവിടെ വഞ്ചന എന്ന വാക്കിന്റെ പര്യായ പദമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. SSF-ന്റെ പ്രവർത്തകർ മനസ്സിലാക്കണം, പൊതുസമൂഹം മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് മനസ്സിലാക്കണം. ഞങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകർ മഴയും വെയിലും സഹിച്ച് നനഞ്ഞ തറയിൽ കിടന്നുറങ്ങി, പലപ്പോഴും വിശപ്പ് സഹിച്ച് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടായി കേരളത്തിൽ ഓരോ ഗ്രാമങ്ങളിൽ കയറി സഞ്ചരിച്ച് പ്രസംഗിച്ചത് നമ്മുടെ ജീവന്റെ ജീവനായ സയ്യിദുന അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിറ്റ കഥയാണ്. ഇത് ഒരു കവിതയിലെ സൗന്ദര്യമല്ല, അത് പാടാൻ പ്രയാസമില്ല. ഒരു സാങ്കല്പിക കഥയല്ല പറയുന്നത്. നാം പറഞ്ഞത് നമ്മുടെ സത്വബോധത്തെ, നമ്മുടെ ആത്മീയതയെ, നമ്മളെ പുണ്യമായ ഇഷ്ടിനെ, മുസ്ലിം ലോകം ആദരവ് കൂടി വീക്ഷിക്കുന്ന സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ വ്യാജമാക്കി അവതരിപ്പിച്ചൊരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവര് പറയും, ഉസ്താദ് എത്തീങ്കാൻ ഉണ്ടാക്കിയില്ലേ, ഉസ്താദ് പള്ളി ഉണ്ടാക്കിയില്ലേ? നമ്മൾ പറഞ്ഞു ഉസ്താദ് എത്തീങ്കാൻ ഉണ്ടാക്കിയില്ല. എത്തീങ്കാൻ ഉണ്ടാക്കിയിട്ട് അവിടെ പിന്നെ ഒരു ഗൈനക് ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു. അത് പള്ളി തുടങ്ങിയിട്ട് അവിടെ
പിന്നെ മാർക്കറ്റാക്കിയതായിട്ട് ഞങ്ങൾ പറഞ്ഞോളൂ. അപ്പോഴല്ലേ ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അയാൾ ഒരുപാട് മദ്രസ ഉണ്ടാക്കി, എന്നിട്ട് അയാൾ ഒരാളെ കൊല്ലുകയും ചെയ്തു. ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ട നിയമം? ലോകത്ത് ഏത് ക്രിമിനൽ ലോയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഞങ്ങൾക്കൊക്കെ ചോറുണ്ട്, പള്ളത്ത് ചോറുണ്ട്, എന്നിട്ട് ഒരാളാണ് കൊന്നു. അപ്പൊ നിങ്ങൾ പറയാം ഞങ്ങൾക്കൊക്കെ ചോറുന്ന ആളല്ലേ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേണം. ഇവിടെ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ വ്യാജമായ മുടി കൊണ്ടുവന്നു എന്നത് നിങ്ങളും ഞങ്ങളും സംബന്ധിച്ച കാര്യമാണ്. നമ്മുടെ യാത്ര, നമ്മുടെ സമരം 80% വിജയിച്ചിട്ടുണ്ട്. അതെന്താ? കാന്തപുരത്തിന്റെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ കേട്ടിയില്ലേ? മൂപ്പര് കാശ്മീരിൽ പോയി അവിടുന്ന് ആപ്പിൾ തിന്നു, സാംഗ്ലിയിൽ പോയി അവിടുന്ന് മുന്തിരി പറിച്ചു, ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല പ്രവാചക കേശത്തിന്റെ തിരുസൂക്ഷിപ്പുകാരൻ എന്ന് കേരളത്തിൽ എവിടെയും നീണ്ട ഈ യാത്രയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പരിചയപ്പെടുത്തപ്പെടാത്തതെന്തേ? ചോദ്യങ്ങൾക്ക് മനസ്സിലായോ? യാത്ര കഴിഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞ ശ്രേഷ്ഠതയുള്ള മുടിയുടെ ഉടമസ്ഥൻ അയാളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അയാളുടെ കയ്യിൽ മുടിയുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആളുകൾക്ക് അദ്ദേഹം കാശ്മീരിലെ ആപ്പിൾ പറിച്ചതിന് പകരം പറഞ്ഞു കൊടുക്കേണ്ടത് പ്രവാചക കേശത്തിന്റെ തിരുസൂക്ഷിപ്പുകാരൻ എന്നല്ലേ പരിചയപ്പെടുത്തേണ്ടത്? എന്താ പരിചയപ്പെടുത്താത്തത്? പറഞ്ഞോളി. മുടി തട്ടിപ്പാണ് അവരും മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? ഇനി മുടിന്ന് ആരെങ്കിലും പറഞ്ഞിട്ട കുടുങ്ങാണ്. പണ്ടൊരാൾ കുളം കത്തിച്ച കഥ ഉണ്ട്, ഞങ്ങൾ കേട്ടുണ്ട്. ഒരാള് അയൽവാസിയുടെ വീട്ടിൽ നല്ലൊരു കുളമുണ്ട്, അതിന് അയാൾക്ക് ഭയങ്കര അസൂയ. ഇയാളെ കുളമാണെങ്കിൽ വെള്ളമില്ല. ഇപ്പൊ ഇയാള് രാവിലെ മറ്റേ തറവാട്ടിലെ അർദ്ധരാത്രി മറ്റേ തറവാട്ടിലെ കുളം ഒന്ന് കത്തിക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ ചൂട്ടുണ്ടാക്കി. അടുത്ത കുളത്തിന്റെ ആള് പോക്കിരിയാണ്. അയാളെങ്ങാനും കണ്ട പ്രശ്ന. ഇപ്പൊ രാത്രി അറിയാതെ ഇരുട്ടിന്റെ മറയിൽ ചൂട്ട് കത്തിച്ചു പോയിട്ട് കുളത്തിന്റെ വെള്ളത്തിലൊരൊറ്റ കുത്ത്. ഇത് കത്തിക്കാണുമെന്ന് കരുതി അയാൾ ഓടി. വീട്ടിൽ വന്നപ്പോൾ അയാൾക്ക് ഭയമായി. മറ്റവൻ അറിഞ്ഞാൽ കുടല് പുറത്തു വരുമല്ലോ, നാട് വിട്ടു. ഒരു കേരള യാത്ര. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടുകാരനായ ഒരാളെ കണ്ടപ്പോ ഇയാൾ ചോദിച്ചു, അല്ല ഇതിനെക്കുറിച്ച് ആളുകൾ എന്തെങ്കിലും പറയണ്ടോ? ഏയ് ഒന്നുമില്ല. അല്ല കുളന്നോ കത്തിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും പറയണ്ടോ? ഇല്ല. ഈ കുളം കത്തിച്ചവന്റെ അവസ്ഥയിലേക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ താഴ്ന്നു. തിരുവനന്തപുരത്ത് വന്നപ്പോ കാന്തപുരത്തേറെ കണ്ടപ്പോ മൂപ്പര് മെല്ലെ തോണ്ടി, എടോ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയണ്ടോ? എന്താ സാറേ? മുടിയെന്നോ വെള്ളമെന്നോ മുടിയെന്നോ വെള്ളമെന്നോ ആരെങ്കിലും എവിടുന്നെങ്കിലും പറയുന്നുണ്ടോ? അതാരും പറയാതിരിക്കാനാണ് മുടി പ്രഭാഷകന്മാരെ മുഴുവനും ജയിലിലടച്ചിട്ടാണ് കാന്തപുരം കേരള യാത്ര തുടങ്ങിയത്. അപ്പൊ ഒരു കാര്യത്തിൽ ഞങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഞങ്ങളെ പരിശ്രമം 80% വിജയിച്ചിട്ടുണ്ട്. ഇനി 20% വിജയിക്കാനുള്ളൂ. അത് ഒന്നുകിൽ ബോംബെയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയുക. ഈ ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളിടത്ത് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. മൂപ്പര് ഭരണെന്താണ്? ഇവിടെ കുറെ കാലം സക്കാഫികൾ നോട്ടീസ് അടിച്ചിരുന്നു. എന്ത് വിഘടിതന്മാരിൽ നിന്ന് വ്യാജമൂടി തിരിച്ചു വാങ്ങി. നിങ്ങൾ ഓർക്കല്ലേ? സിറാജില് വെണ്ടയ്ക്ക നിരക്കി. നമ്മൾ ചോദിച്ചു, ഒരു കള്ളനോട്ട് കിട്ടി എന്താ ചെയ്യുക? നിങ്ങൾ അങ്ങാടിയിൽ പോയി അടക്ക വിറ്റു, 1000 ഉറുപ്പിക കിട്ടി, അതിലൊരു 500 നോട്ട് കള്ളനോട്ടാ. ഇത് പരിശോധിച്ചപ്പോ കള്ളനോട്ടാന്ന് ബോധ്യായി. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അത് പോലീസിനെ ഏൽപ്പിക്കും, അല്ലേ? അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കും. ഇതൊരു പാവപ്പെട്ട മീൻ കച്ചവടക്കാരന് കൊടുത്ത് നിങ്ങൾ മീൻ വാങ്ങോ? ഇല്ല. കാരണം അവനൊരു പാവാണ്, അവനെ കൊടുക്കാൻ തയ്യാറാവില്ല. ശരിയല്ലേ? ഇതുപോലെ നമുക്ക് കുറച്ച് മുടി കിട്ടി, പരിശോധിച്ച് നോക്കി, അത് കള്ളനോട്ടാ മനസ്സിലായി, പോലീസ് വഴി തന്നവൻ തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അതിന് നാണുണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് തന്നാ മതി, ഞങ്ങൾ കൊടുത്തോളാം. അങ്ങനെ ഉണ്ടല്ലോ. അവതാരങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. കേരളീയ സമൂഹം മറക്കൂല. എന്റെ ഭയങ്കര നിരാശബോധം എനിക്കിപ്പോ. എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കുന്ന ആള് നമുക്കൊരു പരിചയപ്പെടുത്തപ്പെട്ടിരുന്നു. അങ്ങനെയല്ലേ? അതിനുവേണ്ടി പൈസയൊക്കെ പിരിച്ചില്ലേനോ? ഒരു തറക്കല്ലിടൽ മാമാങ്കവും നടന്നു. പക്ഷെ പള്ളി പൊന്തണില്ല. അതൊന്ന് വേഗം പൊന്തണ്ടിയിരുന്നു എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു.
എന്താ കാര്യം? ഈ പ്രസംഗമൊക്കെ നിങ്ങൾ മറക്കും, അല്ല ഞാനും നിങ്ങളൊക്കെ മരിച്ചുപോയാൽ അതില്ലാതാവും. ആ പള്ളി അവിടെ നിന്നാൽ ആ പള്ളിയുടെ മിനാരം കാണുന്നവരൊക്കെ ഓർക്കും, ഞങ്ങളുടെ പ്രവാചകർ ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കാന്തപുരത്തിന്റെ സ്മാരകമാണ് ആ പള്ളിയെന്ന് കേരളീയ മുസ്ലിം സമൂഹം വിശ്വസിക്കും. അതുകൊണ്ട് ആ പള്ളി ഉയരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിലോ രണ്ട് നഷ്ടം. ഒന്ന്, ആളുകൾ ഇത് മറന്നു. രണ്ട്, ആ പൈസ കൊണ്ട് അയാള് പുട്ടടിച്ചു ചെയ്യും. രണ്ട് നഷ്ടം. 100 കോടി റുപ്യ തിരിച്ചെന്നാ കേൾവി. ചില ആൾക്കാർ പറയണത് പിരിവ് കൊടുത്ത ആൾക്കാരൊക്കെ ഉഷാറാണ്, നല്ല നല്ല പൈസ കൊടുക്കണേ. പണ്ട് കിനാലൂർ എസ്റ്റേറ്റ് വാങ്ങിയെന്നൊരു വിവരം കിട്ടിയപ്പോ ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു, അത് നല്ലതാണ്, കിനാലൂർ എസ്റ്റേറ്റിന് പറ്റിയ സ്ഥലമാണ്. എന്താ? കിനാലൂർ എസ്റ്റേറ്റ് ഒരു തർക്കഭൂമിയാണ്. അവിടെ ഇയാളെ തട്ടിപ്പ് നടത്താൻ എളമരം കരീം സാഹിബ് സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇപ്രാവശ്യം UDF ആയത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അതിന് തട്ടിപ്പിന് അയാൾ സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് UDF ആയത്. പോട്ടെ, എന്താ ഭൂമി? മിച്ച ഭൂമിയാണ്, തൊഴിലാളികൾ പിടിച്ചടക്ക ഭൂമിയാണ്. അന്ന് അവിടെ ഭാഗത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കാന്തപുരത്തെ മറവ് ചെയ്യാൻ പറ്റും, മറിച്ച് മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല. അത് മഹസൂബായ ഭൂമിയാണ്, ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ഏറ്റവും വലിയ പിടിച്ചുപറിക്കാരനെ ഒരു പിടിച്ചുപറിച്ച ഭൂമിയിൽ മറവ് ചെയ്യുന്നത് സന്തോഷകരമാണ്, പക്ഷെ അവിടെ മുസ്ലിം നിസ്കരിക്കാൻ പറ്റില്ല. കാര്യം എന്തായാലും ആ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ട്. അതിന് ഷെയർ കൊടുത്ത ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കേസും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മൂപ്പരൊരു കേന്ദ്ര യാത്രയും ഉടനെ പ്രതീക്ഷിക്കാം. ആളുകൾക്ക് കായ് കൊടുക്കാണ്ടാകുമ്പോഴാ കാര്യത്തിൽ യാത്ര. നമ്മക്കറിയാലോ ഇതൊക്കെ എപ്പോഴാ വാല് പൊക്കല് താഴ്ത്തല് എന്ന് കുറെ കാലം കൊണ്ടുവരുന്ന നിങ്ങൾക്ക് മനസ്സിലാവൂലേ? നമുക്കറിയാം എന്താ ഇപ്പത്തെ പ്രകോപനം, എന്താണ് കാരണം. ഏതായാലും പള്ളി പൊന്തും തോന്നണില്ല, അത് നമുക്ക് നിരാശയുണ്ട്, വളരെ സങ്കടമുണ്ട്. ആ സ്മാരകമായത് നിലനിൽക്കണമായിരുന്നു. പോവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ചുറ്റുപാടുകളുമായി താൽക്കാലിക ലാഭവും തന്ത്രവുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്തൊക്കെ പറഞ്ഞിവിടെ, ഏതൊക്കെ പറഞ്ഞിവിടെ. ഈ മുസ്ലിം സമുദായത്തെ തമ്മിലടിപ്പിച്ച ദുരിതത്തിന്റെ എത്ര കഥകളാണ് നമുക്ക് പറയാനുള്ളത് ഈ മാനവികതയുടെ പ്രവാചകനോട്. അയാൾ വഴി അക്രമത്തിന് വിധേയരായ ആളുകൾ എത്ര, അയാളെ സംഘടനാ പ്രവർത്തകരെ പ്രകോപിതരാക്കി ഈ നാട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര. നിങ്ങളിങ്ങോട്ടും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മറ്റുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെങ്കിലും 4 ആളുകളെ കൂട്ടുമ്പോ ഈ ആത്മീയ കച്ചവടത്തിന്റെ ആൾരൂപങ്ങൾക്ക് ബൊക്ക നൽകി സ്വീകരിക്കുന്നത് കേരളീയ ചരിത്രത്തിൽ നിങ്ങൾ ഏറ്റവും മണ്ടന്മാരാണെന്ന് രേഖപ്പെടുത്താൻ കാരണമാകി തീരുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാരോട് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കാം. അത് മുഖ്യമന്ത്രിയായാലും വേണ്ടില്ല, ഫുൾ മുഖ്യമന്ത്രിയായാലും വേണ്ടില്ല, അരമുഖ്യമന്ത്രിയായാലും വേണ്ടില്ല, പോലീസ് മന്ത്രിയായാലും വേണ്ടില്ല, എക്സൈസ് മന്ത്രിയായാലും വേണ്ടില്ല. നമുക്കൊക്കെ കണക്കാം. നമ്മൾ ഈ മന്ത്രിമാരെ കാലിന്റെ ചോട്ടിൽ പോയി നമുക്കൊന്നും കിട്ടാനില്ല, അവർക്ക് നമുക്കൊന്നും തരാനുമില്ല. ഉണ്ടോ? ഈ 85 കൊല്ലമായിട്ട് നമുക്ക് ഇവരാരെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാഎന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തിന് തറകിട്ടത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളാണെങ്കിൽ അതിന്റെ പതാക ഏന്തിയവർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കലഹു. അങ്ങനത്തെ മഹാധരന്മാരായ മഹാപണ്ഡിതന്മാരാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ റൂഹിയായ ഖുവ്വത്ത് കൊണ്ട് ഈ സമുദായം സഹായിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹായം തേടി ആരെയും സമീപിക്കേണ്ട ഗതികേട് ഈ മഹത്തായ പ്രസ്ഥാനത്തിനില്ല. ഇതിന് ആർജവമുണ്ട്, ഇതിന് നെട്ടലുണ്ട്, ഇതിന് ചരിത്രപരമായ പിൻബലമുണ്ട്. ഇതിന്റെ നേതൃത്വം ഏത് കാലത്തും കിടയറ്റവരാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുക, സമസ്തൻ എന്താ സ്വാധീനിക്കാൻ കഴിയാത്തത്? അത് ജാമ്യയിൽ പോയാൽ മതി. നമ്മളെ കാളമ്പാടി ഉസ്താദിനെ കണ്ടാൽ മനസ്സിലാവും ഇത് സ്വാധീനിക്കപ്പെടില്ല. കാരണം ഭൂമിയിൽ മൂപ്പർക്കൊന്നും ആവശ്യമില്ല. ഭൂമിയിൽ എന്തെങ്കിലും സാധനം ആവശ്യമാക്കല്ലേ എന്ന് കൈമടക്കാൻ പറ്റുള്ളൂ. കുറച്ച് അപ്പുറത്ത് പോവാണെങ്കിലോ മാർക്കറ്റിൽ നിന്ന് ഒരു കൈയിൽ മീനും ഒരു കൈയിൽ പച്ചക്കറിയായി വീട്ടിൽ പോണ ജനറൽ സെക്രട്ടറിനെ കാണാം. നടക്കൂല. അപ്പൊ അയാളോട് പറയാൻ നിങ്ങൾക്കൊരു കാറ് തരാമെന്ന മൂപ്പരേക്ക് എന്താ ഇതിന് കേട്? ഇത് ഉരുളുണ്ടല്ലോ, അല്ല ഒരു GMC തരാം, അവൾ കുടിയിൽ വെച്ചാൽ മതി. ഇങ്ങനത്തെ പണ്ഡിതന്മാർ, അവർ എൽമ പഠിച്ചവരാ. നിങ്ങൾ ആലോചിച്ച് വെക്കും മൗലിയുടെ ഒരു തമാശ. പണ്ട് തെബിലീഗ് ജമാഅത്ത് എന്ന തലയിക്കെട്ടിന്റെ നീളം കൂടിയപ്പോ എന്തേ മൂപ്പര് പറഞ്ഞത്? തിരുവനന്തപുരത്ത് എത്ര മണിക്കൂർ പ്രസംഗിച്ചിരുന്നു ഇസ്റാഫ എന്ന് പറഞ്ഞ്. ഏത് പാവം
തെബിലീഗമേ തരം തലയിൽ കെട്ടിന് നീളം കൂടിയ ഇസ്രാഫാണ്. പേരോടൊപ്പം പറഞ്ഞു ഹറാമാണ്. കുപ്പായത്തിന് ജുബ്ബയുടെ വലുപ്പം മുട്ടിന്റെ വലുപ്പത്തിൽ എത്തിയപ്പോ പറഞ്ഞു അത് ഹറാമാണ്, അത് ഇസ്രാഫാണ്. ആരാ പറയണേ? 35 ലക്ഷം ഉറുപ്പ്യക്ക് ട്രെയിൻ ബുക്ക് ചെയ്താണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? വിരോധാഭാസം മനസ്സിലാവുണ്ടോ? തിരിഞ്ഞില്ലേ? ഒരു മനുഷ്യന്റെ തലയെക്കെട്ടിന്റെ നീളം കൂടിയത് ഇസ്രാഫായതുകൊണ്ട് ഹറാമാന്ന് തിരുവനന്തപുരം ജില്ലയിൽ എത്രയോ വട്ടം പ്രസംഗിച്ച മുസ്ലിയാമാരിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാവും. എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. വള്ളക്കടവിൽ അങ്ങനെ പ്രസംഗം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഭീമാപള്ളിയിൽ പ്രസംഗം ഉണ്ടായിട്ടുണ്ട്. ആ പ്രസംഗത്തിലൊക്കെ അയാളെ പെട്ടിയും പിടിച്ച് ബാക്കിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്താണിത് തലയിൽ കിട്ടി ഇത്ര നീളം, അത് ഇസ്രാഫല്ലേ എന്ന് ചോദിച്ച് ഒരു പേരിൽ നീളം കൂടിയ പ്രശ്നം. എത്ര ആയത്താ അന്ന് വന്നത്? ഈ ട്രെയിൻ വന്നപ്പോ ആയത്ത് മറന്നോയോ? പൊട്ടിപ്പൂരം എല്ലാ നാട്ടിലും. ആളുകളുണ്ടോ ഇല്ലയെന്നല്ല, വലിയ പരിപാടി, ഭയങ്കര സ്റ്റേജ്. എന്തിന്റെ പുറപ്പാടായത്? ഈ നേതാവിനെ കണ്ടാൽ ഈ സമുദായം എന്താ മനസ്സിലാക്കേണ്ടത്? കാര്യമായ ഒരു കാറ്, GMC. ഇന്ത്യയിലതൊരു കാര്യമായ കാർ തന്നെയാണ്. പുറത്തൊക്കെ ആടുകളെ കൊണ്ടാകാൻ വരെ ഉപയോഗിക്കാറുണ്ട് ഗൾഫിൽ പോയാൽ, അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. 10 റിയാൽ കൊടുത്താൽ മക്കത്തുനിന്ന് ജിദ്ദയിലേക്കും ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കും ഹജ്ജ് സീസണിൽ അടിക്കണമൊക്കെ GMC. കാര്യം എന്തായാലും ആർഭാടമായ ഒരു കാറിൽ ഇങ്ങനെ വന്നു. ഇത് പ്രവർത്തകർക്ക് എന്ത് സന്ദേശമാണ് AP വിഭാഗം ഇയാൾ എത്തിവായി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്? അപ്പോ അത്യാർഭാടത്തിന്റെ, ആർഭാടപൂർണമാകൊരു ജീവിതത്തിന്റെ രൂപഭാവങ്ങളെ കാണിച്ച് ഇതാണ് ഇസ്ലാമിലെ ആത്മീയ നേതാവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഗൗരവത്തോടു കൂടി പറയും, ഇത്തരം ചീഞ്ഞളിഞ്ഞ ശവങ്ങളെ കെട്ടിവെക്കേണ്ട സ്ഥലമല്ല മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ കേന്ദ്രമെന്ന് ഈ പറയപ്പെട്ട ആളുകളോട് ഞങ്ങൾ പറയും. ആത്മീയ നേതാവാരാ, ഉഖ്റവിയായ ആലിമാരാന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഒരു അച്ഛനും വരണ്ട, ഒരു സാമ്യം വരണ്ട, ഒരു വൈദ്യുതിയും വരണ്ട, ഒരു അണുബോംബും വരണ്ട. കൂടിയിലിരുന്നാ മതി. അത് ഞങ്ങൾക്ക് അതുക്കി ഓതിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ആരാണ് ഉഖ്റവിയായ ആലിമാർ. 7ാം ക്ലാസ്സിൽ പോയ മദ്രസ പർവ്വത്തിലെ ഉണ്ടായിരുന്നു. ഇനി അത് ഉൾപ്പെടുത്തണമെന്ന് എന്റെ അഭിപ്രായം. അത് വലിയ മറുപടിയാണ്. വലിയ ആലിമിൻ കുട്ടികൾ അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഗെയിമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏകദേശം തിരിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാഷ്ട്രീയ ദല്ലാളിന്റെ കളി, ആത്മീയ വ്യാജവൽക്കരണത്തിന്റെ കളി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ലാഭം, ഇതെല്ലാം ബോധ്യമാണ്. ഇനി നമ്മൾ നമ്മളെ വിഷയത്തെക്കുറിച്ച് കുറച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അതെന്താണ്? ഇവിടെ വളരെ അപരിഷ്കൃതനായി അവതരിപ്പിക്കപ്പെട്ടത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കാന്തപുരം മറുപടി പറയേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രപരമായ പൂർണ്ണതയില്ലാത്തയാളാണെന്ന് ഇത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് തോന്നരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പുണ്യ സനദിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ശരീഫിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, ആ പുണ്യമായ കുടുംബം എന്നാണ് മക്കയിൽ താമസം ആരംഭിച്ചതെന്നും ആരായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നുപോലും അവരുടെ പിതാവായ ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. ചില ആളുകൾക്ക് ഇപ്പൊ സ്വപ്നം കാണുന്ന പണിയാണ്. സ്വപ്നം കാണുന്ന ഒരാൾ കാണുക ഉസ്താദ് അർശിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന്. വേറൊരാൾ കാണുകയാണ് അസറായിൽ വന്നപ്പം ഇപ്പൊ പെയ്ക്കോ ഇസ്മായിൽ സഖാഫിനെ പിടിച്ചോന്ന് പറഞ്ഞു. വേറൊരാള് പറയാണ് ഞാനൊരു പള്ളിപ്പണി തുടങ്ങിയിട്ടുണ്ട്, അത് തീരണം എന്ന് പറഞ്ഞു. ഈ പള്ളി ഏതായാലും ഉണ്ടാക്കൂല, ആ ഉറപ്പാ. AP മരിക്കാതെ പോയില്ല, അതൊക്കെ പൊട്ടു. 100 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ പള്ളി ഉണ്ടാക്കൂല എന്ന് ഉറപ്പ്. ഇത് ഞാനാണ് പറയാ. പള്ളിപ്പണിക്ക് കാന്തപുരം എന്നാണോ കൈവെക്കുന്നത്, അന്ന് കാന്തപുരം ഗ്രൂപ്പിലെ മുസാവറയിലെ 35 ആളുകൾക്കും ഞങ്ങൾ ഷാളണിൽ കൊണ്ടുവരുമെന്ന് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ മനസ്സിലാക്കണം. 35 ആളുകൾക്കും ഷാളണിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവർക്കറിയാം കാന്തപുരം ഈ വിഷയത്തിൽ കള്ളത്തരം കാട്ടിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് സമസ്തയുടെ സെക്രട്ടറിയായിരുന്ന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ GMCയുടെ മുന്നിൽ കയറിയതും SS
യൂസുഫിന്റെ പ്രതിനിധി എന്ന നിലയിൽ സുലൈമാൻ സഖാഫി മാളിയേക്കൽ വലതു ഭാഗത്തും അലവി സഖാഫി ഇടതു ഭാഗത്തും കയറി കാന്തപുരത്ത് GMC-യിൽ തടവിലിട്ടുകൊണ്ട് കേരളം മുഴുവൻ മുടിപറയാത്ത യാത്ര നടത്തിച്ചത് അതുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ, നിങ്ങൾ തീർത്ത സംഘടനാ തിക്കൂരങ്ങളെ ഭേദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മനുഷ്യർ ഒരു ദിവസം പ്രഖ്യാപിക്കും, മക്കളെ കാന്തപുരത്തിന്റെ മുടി വ്യാജമായിരുന്നുവെന്ന് ഇവരൊക്കെ തുറന്ന് പ്രഖ്യാപിക്കും. അന്ന് ഞങ്ങളെ ആക്ഷേപിക്കുന്നവർ, ഞങ്ങൾക്കേറെ ഗുണ്ടാ ആക്രമണം പ്ലാൻ ചെയ്തവർ, ഞങ്ങളെ ജീവന് ഭീഷണി ഉയർത്തിയവർ, ഞങ്ങളെ പാവപ്പെട്ട സമുദായത്തെ ആക്രമിച്ചവർ ഇവിടെ വരും ആരാധനം ചെയ്യാൻ. ആ ദിവസമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഉറപ്പാണ്. ധൈര്യമുണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലുണ്ടല്ലോ, നിന്നൊക്കെ ഇയാൾ വഞ്ചിച്ച് നിന്റെ ആത്മീയ ബോധത്തെ ഭിത്തി കാശാക്കിയത് തിരിച്ചറിയാനുള്ളൊരു വിവേകം നിനക്കുണ്ടാവണ്ടേ? എന്താ കാര്യം? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. AP ഗ്രൂപ്പിന്റെ കാര്യമായ ഒരു മാസികയാണ് റിസാല. SSF ഒക്കെ വായിക്കലുണ്ടല്ലോ അല്ലെ? റിസാല അവിടെ തിരക്ക് ഉണ്ടാക്കില്ല, അടങ്ങി ഇരുന്നോളൂ. അവിടെ ഇരുന്നു, എല്ലാവരും ഇരിക്കും, അവിടെ ഇരുന്നാ മതി. കുറച്ച് മുമ്പ് തിരക്കൊക്കെ പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിർത്തി മുടി പറയാൻ അനുവദിച്ചിട്ടില്ല. ഞാനത് പറയണെന്താണ്? ഇസ്മായിൽ സഖാഫി നിങ്ങള് പറഞ്ഞ ഒരു പറയില്ലേ? പറയലാണ് ഇതിന്റെ ആവശ്യം. ഏറ്റവും മുടിയിട്ട് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഷാളിൽ കെട്ട് കണക്കിന് വാങ്ങേണ്ടിയാണ്. അവിടെ നമ്മളെ സമ്മേളനം നടക്കുന്നത് കൈത്തറിപ്പീടി ഓരോന്ന് തുറക്കേണ്ടി വരും. അവിടെയൊക്കെ കിടപ്പ്. ഇതെന്താ പറയാത്തത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? AP ഗ്രൂപ്പ് മുടി വിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇനി അതിന്റെ പേരിൽ ഞങ്ങളെ ചീത്തറിച്ചിട്ട് കുട്ടികളെ നിർത്തിക്കാളി. മുരീദ് വിട്ടാലും വിടാത്ത ഷെയ്ഖ് പറഞ്ഞാൽ, ഷെയ്ഖ് വിട്ടാലും വിടാത്ത മുരീദ് പറഞ്ഞാൽ അപകടമല്ലേ? AP വിട്ടു, AP ഇനി മുണ്ടൂല. സോളിഡാരിറ്റി മൂവ്മെന്റ്. മൂപ്പർക്ക് ഇനി ഒരു പുതിയ കല്യാണം കഴിക്കണം കോൺഗ്രസ് ആയിട്ട്. എല്ലാരും കെട്ടി ഇങ്ങനെ അഞ്ഞൊരു കോൺഗ്രസിലേക്ക് കല്യാണം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ക്ഷണിച്ചാൽ ഞങ്ങളും വരാം. കല്യാണല്ലേ നടന്നോട്ടേന്ന്. നമ്മക്കതിൽ പരാതിയൊന്നുമില്ല. അത് രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയത്തിൽ ഇനിയിപ്പോ നിങ്ങൾ ലീഗിൽ മെമ്പർഷിപ്പ് കൊടുത്താൽ നമ്മക്കെന്താ? UC രാമൻ ലീഗുകാരനെ പിന്നെ ഇപ്പൊ AP കൊടുത്താ നമ്മക്കതിലൊന്നും പരാതിയില്ല. വിഷയം കിടക്കുന്നത് ദീന. പക്ഷെ മൂപ്പര് മരിക്കോളം സമ്മതിക്കൂലോട്ടോ. ഇവിടെ നോക്കിങ്ങൾ ആ മനുഷ്യൻ മാനവികത പറഞ്ഞിട്ട് നടത്തിയൊരു തട്ടിപ്പ്. നിങ്ങളയാളെ പ്രസംഗം കേട്ടുക്കണോ? കുറെ കേട്ടണില്ലേ? അയാൾ പറയാണ്, ഞങ്ങളെ പ്രവർത്തകർ പല സ്ഥലത്തുനിന്നും വന്നപ്പോൾ വണ്ടി കടിച്ച് അടി കിട്ടിയവരുണ്ട്, ഏറ് കിട്ടിയവരുണ്ട്, കുത്ത് കിട്ടിയവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളാരും പ്രതികരിക്കരുത്. എവിടെ AP? ആരതിന് കല്ലെടുത്തെറിഞ്ഞ്? ആരതിന് തട്ടിവെക്കി? അങ്ങനെ സംഭവം ലോകത്തില്ല. പക്ഷെ പറഞ്ഞൊരു സംഘർഷം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. പ്രതികരിക്കരുത് എന്നൊരു ഉത്തരവുണ്ടോ? എന്താണ്? പ്രതികരിക്കണം. നമ്മളോട് എത്രത്തോളം ശത്രുത കൂട്ടാൻ കഴിയോ അത്രത്തോളാണ് അയാളെ നിലനിൽക്കുന്ന അയാൾക്കറിയാം. അതിനാണ് അയാൾ ചീറ്റിപ്പോയ മുടിയുണ്ടോന്ന്. അല്ല, അയാളത്ര പൊട്ടനാണ്. അതിന് പുതിയ ധ്രുവീകരണത്തിന്റെ സമവാക്യമായിരുന്നു. പോട്ടെ. അപ്പൊ അവരെ മുഷാവറ മെമ്പർമാർക്ക് പോലും ഉറപ്പാണ്. എന്താ ഉറപ്പ്? മുടി ഒറിജിനൽ അല്ല. ഇനി സംശയമുണ്ടെങ്കിൽ വിളിച്ചോ. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിളിച്ചോ. ഇവിടെ ഏതെങ്കിലും SSFന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ മൊബൈലുള്ള കാലല്ലേ വിളിച്ചോ. ആ ഇസ്മായിൽ സഖാഫി പറയുന്നുണ്ട് മുടി വ്യാജമാണെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്, എന്തായാലും മറുപടി വരണമെന്ന് വിളിച്ചോ. അപ്പൊ പറയാം, സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനം പറയണ്ടെന്നാണ്. എന്താ പറയാ? സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനം പറയേണ്ടതാണ്. സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനം അത് തന്നെയാണ്. ഇതെങ്ങനെ നിങ്ങളറിഞ്ഞു? ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ പ്രസിഡന്റും ഞാനും സഹപാഠികളാണ്. അയാൾക്ക് സംഘടന എന്താണ് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്ത. ഇടതും വലതും നിൽക്കുന്ന ആളുകൾ സംഘടന എന്താണ് എനിക്കും ക്ലാസ് എടുത്തതാണ്. അപ്പൊ ഞങ്ങൾ പരസ്പരം കൊടുത്തും വാങ്ങി പരിചയമുണ്ടെന്ന് വെച്ചോളിയെന്ന്. അതിനിപ്പോ എന്താ പ്രശ്നം? ഇനി അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തേ ചെയ്യാൻ പറ്റുമോ? ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല.
ഇപ്പം അയാൾ ഒരു എന്താ പറയാ ഒരു പ്രതീകമാണ്. ഇപ്പൊ പേരോടോ താപ തൗബത്തൻ നസൂഹ, മുടിഞ്ഞ് ഞാൻ പറയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചോളി, ഒരു മുടി വിശദീകരണ സമ്മേളനം തിരുവനന്തപുരത്ത് കുത്തിരിക്കണ്ട മൈതാനത്താണ്. ആ ഇസ്മായിൽ സഖാഫി വല്ലാതെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് വരികയെന്നാൽ മൂപ്പർ പറയും ശ്വാസം മുട്ടാണ്. അയാൾ ഇങ്ങനെ പറയില്ല, അല്ലെങ്കിൽ എനിക്ക് ഷാർജയിൽ പോകാനുണ്ട്, അല്ല ഒഴിവുണ്ടാകുമ്പോ വന്നാൽ മതി. ഇതാണ് സംഭവം. ആത്മീയ വിപണനത്തിന് ഇറങ്ങിത്തിരിച്ച കള്ളന്മാരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതായ പണ്ഡിത സംഘടന പിടിച്ചുകെട്ടിയിട്ടുണ്ട്. ഇനി അനങ്ങാനാകാത്ത വിധം അവർക്ക് ചുറ്റും നമ്മൾ ഒരു വലയം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഭേദിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടുന്ന് തെറിച്ചു വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമും ഞങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൂലം കുത്തിയൊഴുകുന്നു വരുന്നവർ ഞങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങളുടെ ദുരാഗ്രഹത്തിന് വേണ്ടി ഞങ്ങളിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോയ ഞങ്ങളുടെ ജീവന്റെ ഭാഗമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ SSFന്റെ കൊടിയുമേന്തി നിങ്ങൾക്ക് പിന്നിൽ ഉത്പാദിപ്പിച്ച് നടക്കുന്നവർ, ഞങ്ങൾക്ക് നേരെ കല്ലെറിയുന്നവർ, നിങ്ങളുടെ ഭക്ത താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ്. അവരെ ജനങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുവാൻ ഈ സന്ദർഭം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ നിങ്ങളുടെ അന്തപുരത്തിന്റെ ഉള്ളിൽ കയറി കാന്തപുരം ഞങ്ങൾ പിടിച്ചു പറിക്കുക തന്നെ ചെയ്യും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകാരനായിരുന്നുവെന്നും ആത്മീയ വിപണനത്തിന്റെ മുഴുവൻ ബുദ്ധിയും നിങ്ങളുടെ തലയിൽ നിന്നുണ്ടായതാണെന്നും ഒന്നിച്ചു നിസ്കരിച്ച ഈ പാവപ്പെട്ട സമുദായത്തെ നിസാര കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടിപ്പിച്ച് രാജ്യത്ത് രക്തപ്പുഴ ചിന്തിച്ച ഏറ്റവും ക്രൂരനൊക്കെ എല്ലാ മനുഷ്യരോടും എഴുതിപ്പിക്കുന്നത് വരെ നിങ്ങളുടെ യാഥാർത്ഥ്യം ഞങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കും. എന്തങ്ങൾക്ക് അയാളാണ് വിട്ടൂടെ? എന്തിനാപ്പ അയാളെ പറ്റി പറയണോ? പിന്നെ ആരെ പറ്റിയാ പറയാ? കമ്മുക്കുട്ടികളിലാക്കാൻ മുസാഫോദെതിരാക്കാൻ പറ്റും? അത് നിങ്ങൾക്കറിയില്ല. കമ്മുക്കുട്ടികളിലാക്കാൻ ഒരു മുസാഫ് എന്നാക്കാൻ കൊടുത്തു. പണ്ടത്തെ കാലം അന്ന് ഇഷ്ടംപോലെ മുസാഫില്ലല്ലോ. കുറച്ചൊക്കെ എന്തോ കയ്യെഴുത്ത പെയിന്റ് ചെയ്യാൻ കൊടുത്തു. ഒരു പെയിന്റിംഗാര് ഓനിങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ടും തരുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടും തരുന്നില്ല. വല്ലാത്ത വെച്ച് ഓരോടെ മുസാഫ് അത് ഉസ്താദ് അതിൽ കുറെ ഖത്ത് കണ്ട് ഞാൻ ശരിയാക്കണേ. സുബ്ഹാനല്ലാഹ്, മല്ലാക്കൊക്കെ സന്തോഷമായി. മോനെ ഇതെങ്കിലും ഖത്ത് തീർക്ക്, 2-3 തലമുറനെ പഠിപ്പിച്ചല്ലേ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മുസാഫ് കൊടുത്തു. മല്ലാക്ക, ഇബ്ലീസ് നമ്മളെ ശത്രുവല്ലേ? ആ, നിങ്ങളെ മുസാഫില് എത്ര സ്ഥലത്താ ഇബ്ലീസിന്റെ പേര്? അതൊക്കെ ഞാൻ എഴുത്താണ് തരണ്ടി. എന്നിട്ട് അവിടൊക്കെ കമ്മുക്കുട്ടി മല്ലാക്കാന്ന് എഴുതി കൊടുത്തു. ഇങ്ങനെ കമ്മുക്കുട്ടി മല്ലാക്ക മുസാഫ് നന്നാക്കിയതിന്, കമ്മുക്കുട്ടി മല്ലാക്കാനെ മുസാഫ് ഒരാൾ നന്നാക്കിയതിന് പ്രധാനപ്പെട്ട വിഷയത്തിന് ഒഴിവാക്കാൻ പറ്റില്ല. അത് പറയുന്നേ ഈ മനുഷ്യന്റെ ചുറ്റുമാണ് ഇവിടുത്തെ ആത്മീയ വിപണനം മുഴുവൻ ഉണ്ടായത്. നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ 4 വോട്ട് ആവശ്യമുണ്ടാവും. പക്ഷേ ഇത്തരം ക്രിമിനലുകൾ പങ്കെടുക്കുന്ന സദസ്സിൽ വന്ന് അവരെയൊക്കെ അനുമോദിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വന്തം മൂല്യം നഷ്ടപ്പെടുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. അത് ശരിക്കും മനസ്സിലാക്കണം. സ്വന്തം മൂല്യം നഷ്ടപ്പെടുന്നുണ്ട്. കള്ളക്കച്ചവടക്കാരുടെ കൂടെ, ആത്മീയ വിപണനക്കാരുടെ കൂടെ, ഈ നാട്ടിലെ അശാന്തികൾ ഉണ്ടാക്കുന്നവരുടെ കൂടെ, ഈ പാവപ്പെട്ട സമുദായത്തെ വഞ്ചിക്കുന്നവരുടെ കൂടെ അവരെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ സാധാരണക്കാരുടെ മനസ്സിൽ ഈ സാധനത്തിന്റെ മൂല്യം പോകലുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് എല്ലാ പാർട്ടിക്കാർക്കും നല്ലതാണ്. ഞാൻ പറഞ്ഞു, കാസർഗോഡ് പ്രസംഗിച്ചപ്പോ പാർലമെന്ററി വ്യാമോഹമുള്ള ആരും കേരള യാത്രയിൽ പങ്കെടുക്കരുത്. കാരണം അതങ്ങനെയാണ്. മനുഷ്യൻ വെറുക്കും, ജനങ്ങൾ വെറുക്കും. നമുക്കെന്താ അത് പറഞ്ഞാല്? ഇത് ജനായത്ത രാജ്യമാണ്. ഇത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ സ്വപ്നം കാണുകയാണ്. എന്തേ? AP അറിയാതെ അള്ളൊന്നും ചെയ്യൂലെന്ന്. AP അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല. അള്ളാന്റെ സ്വന്തമാണ് AP. ഇയാൾക്ക് ഒരു പൊന്നാട് അണിയിച്ചു കൊടുക്കണതിന് അർത്ഥം എന്താ?
ഇയാൾക്കൊരു വാളും പരിചയം കൊടുക്കുന്നതിന് അർത്ഥം എന്താ? എന്ത്? ഒരു സമൂഹത്തിനെ കുറിച്ചൊരു ബോധം ഉണ്ടാകണ്ടേ നേതാക്കന്മാർക്ക്? എംപിമാരായാലും MLA-മാരായാലും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊരു കാര്യം നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇത് രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ്. ഒരുപാട് ഉന്നതോദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ആൾ ദൈവങ്ങളുടെ സാമ്പത്തിക സ്രോതസ് പഠനവിധേയമാക്കണം. എവിടുന്നാണ് ഇവരുടെ പണം? ആരാണ് നൽകുന്നത്? ഈ രമ്യഹർമ്മങ്ങൾ കെട്ടിപ്പൊക്കുന്ന പണത്തിന്റെ യഥാർത്ഥം നൽകുന്നവരാരാണെന്ന് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഗവൺമെന്റ് അന്വേഷിക്കണം. ഇതിനൊക്കെ ഒന്ന് മറടാനാ വിളിച്ച് സോപ്പിടുന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. ഞാൻ സുദീർഘമായി പറയല്ല, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ആരിഫീങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട മഹത്തായ പ്രസ്ഥാനം. ഇത് ശരിയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇസ്മായിൽ സഖാഫി ഞങ്ങൾക്ക് 350 റുപ്യ തരാണ്ട് ഒരാൾ പറയും പണ്ട് ചായ കുടിച്ച വൈകിൽ ഒരു 50 തരാണ്ട്. അന്ന് ചായ 50 നമ്മളെ കൂതന കാലത്ത്. എവിടെ ഞാൻ ആരായിക്കോട്ടെ, ചെറുശ്ശേരി ദേലോദയ മുസ്ലിയാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടോ? ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വിശുദ്ധിയുടെ അടയാളങ്ങളായ ഈ ഉമ്മത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച മഹാധരന്മാരായ പണ്ഡിതവേദ്യന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. മറ്റയാളെക്കുറിച്ചോ? മറ്റയാളെക്കുറിച്ച് നിങ്ങൾ ആ പ്രതിജ്ഞ വായിച്ചാൽ മതി. അതൊക്കെ അയാൾ ചെയ്ത കാര്യമാണ്. അയാളെ കൊണ്ട് ഇങ്ങനെ ഇരുത്തി പറഞ്ഞ കാര്യമൊക്കെ അയാൾ സ്വന്തം ചെയ്യുന്ന കാര്യമാണ്. അതിനൊക്കെ അയാളെ പേരിൽ പത്ര റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സമയക്കുറവുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പെൺവാണിഭമാണെങ്കിൽ അതിലും വന്നിട്ടുണ്ട്, സാമ്പത്തിക തട്ടിപ്പാണ് അതിലും വന്നിട്ടുണ്ട്, അയൽക്കാരനെ ആക്രമിച്ച കേസാണെങ്കിൽ അതിലും വന്നിട്ടുണ്ട്, ഇങ്ങനെ പ്രകൃതി നശിപ്പിച്ച കേസാണെങ്കിൽ അതിലും വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്നിട്ടുണ്ട്. അവിടൊക്കെ വന്നിട്ടുണ്ട്. പ്രകൃതിനെ കുറിച്ചൊക്കെ പറഞ്ഞതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഗെയിമിന്റെ പിന്നിലുള്ള ലക്ഷ്യം മനസ്സിലാക്കി ദീനീ ദഅവയിൽ നമ്മൾ നിൽക്കണം. ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സയ്യിദുനാ അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഈ കുഗ്രാമങ്ങളിലെ ദുർഘടമായ വഴികളിൽ അല്ലാഹുവിന്റെ ഹബീബിനെ വിശപ്പും സഹിച്ച് പാവപ്പെട്ട SKSSF-ന്റെ പ്രവർത്തകർ എത്രയോ ദിവസമായി ഈ കേരളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ആർദ്രമായ സ്വീകരണം നൽകി. ഇത് അല്ലാഹുവിന്റെ ഹബീബിനുള്ള സ്വീകരണമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാണിജ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ച തിന്മയുടെ ശത്രുക്കൾക്കെതിരെ, തിന്മയുടെ വാക്താക്കൾക്കെതിരെ നന്മയുടെ വാക്താക്കൾ നടത്തിയ ഒരു ധർമ്മസമരമാണ്. ഈ സർമ്മത്തിന്റെ ഭാഗമായി നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നും പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്നും പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും സ്നേഹിക്കേണ്ട കാര്യമാണ്. ആ സ്നേഹത്തിന് ഒരു വിട്ടുവീഴ്ച വരരുത്. വിട്ടുവീഴ്ച വരാൻ പാടില്ല. സ്നേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയും വരാൻ പാടില്ല. എന്തേ പറഞ്ഞു? ഒരാൾ വന്നു ഇരുന്നോളൂ ഇവിടെ ഇരിക്കി ഉസ്താമാരിറങ്ങിക്കോളൂ. ഒന്ന് അടുപ്പിച്ചിരുന്നോളൂ. കൈനോടത്തോളം അടുപ്പിച്ചിരുന്നു. ഇരുന്നോളൂ. റിസാലെ റിസാല മാസികയിൽ ഇതുവരെ മുടിയെ സംബന്ധിച്ച് ഒറ്റ ലേഖനം വന്നിട്ടില്ല. ആരും എഴുതാത്തത് കൊണ്ടൊന്നുമല്ല. മുടിയുടെ ലേഖനം ആരും എഴുതാത്തതുകൊണ്ടല്ല. എഡിറ്റർ പ്രസിദ്ധീകരിക്കില്ല. മുടിയെക്കുറിച്ച് എഴുതേണ്ടതാ തീരുമാനം. പിന്നെ ആരാകെ എഴുതിയത് ഒരു പ്രൊഫസർ ശിവപുര, ആകെ ഒരു അരപ്പേജ്. ശിവപുരത്തെ കാന്തപുരം വിളിച്ചിരുന്ന പഴയ പേര് ശവപുരം എന്നാണ്. അത്ര ദേശീയനായാണ്. അപ്പൊ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാകും പാവം അയാളൊരു ലേഖനം എഴുതി. അത് കേരളത്തിലെ മുടിനെ പറ്റിയൊന്നുമല്ല. പിന്നെ ഒരു ലഫ്ള്, ഒറ്റ പദം
SSFകാരന്റെ മുഖപത്രമായ റിസാല എഴുതിയിട്ടില്ല. എന്താ കാര്യം? എന്താണോ കാര്യം? നിങ്ങൾക്ക് മനസ്സിലാകട്ടോ ഞാൻ പറയണത്? നമ്മളെപ്പോലെ SSFകാരും മുടി തെറ്റാണെന്ന് പറയുന്നു. തിരിയുണ്ടോ? മനസ്സിലായില്ല? SSFകാരും പറയുന്നു മുടി തെറ്റാണ്, മുടി ശരിയല്ല. കഴിഞ്ഞ മാസത്തിലെ ഈ മാനവികത ഉണർത്താൻ പോണതിന് മുമ്പ്, അത് ഉറങ്ങിക്കിടന്നൊരു മാസം ഉണ്ടായിരുന്നല്ലോ, അന്ന് SSFന്റെ മുഖപത്രമായ റിസാലയുടെ അവസാന ഭാഗത്ത് ബൈലക്സ് മൗലാനന്മാരെ പറ്റിയ ലേഖനം. ആരെപ്പറ്റി? ബൈലക്സ് മൗലാന. അതേതാ? കമ്പ്യൂട്ടറിലെ ബൈലക്സ് ഇല്ലേ? ഇപ്പൊ നമ്മളെ പ്രസംഗം അങ്ങനെ പുറത്തേക്ക് പോയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ബൈലക്സ്. അതിൽ വന്ന് ഫത്വ കൊടുക്കണ മൊയ്ലിയന്മാരെ പറ്റിയിട്ട് ബൈലക്സ് മൗലാനമാർ എന്ന് പറഞ്ഞ് പേരെടുത്തിട്ട് പറയാതെങ്കിലും കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയില് വഹാബിനെ പറ്റിയും അതേപോലെ തന്നെ നൌഷാദ് അഹ്സനിനെ പറ്റിയും ആ രംഗത്ത് ഫോൺ ചോർത്തൽ നാടകം നടത്തിയ ആളുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് SSFകാരൻ ലേഖനം എഴുതി. എന്താ കാര്യം? എന്താണിത് വിഷയം? നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഞങ്ങൾ പറഞ്ഞതന്നെ നിങ്ങളും പറയണേ. പക്ഷെ നിങ്ങൾക്ക് ആ പച്ച, വെള്ള, നീല പതാക ഉണ്ടല്ലോ, അതിവിടെ വെച്ച് കെട്ടിയിട്ടുണ്ട് തൊള്ളന്റെ അവിടെ. തിരിഞ്ഞില്ല. മനസ്സിലായോ? SSF എന്ന 3 അക്ഷരം, SYS എന്ന 3 അക്ഷരം നിങ്ങളുടെ അണ്ണാക്കിൽ തിരികിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഏനെ പറയും? ശബ്ദടാ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഞരക്കേ വരുന്നുള്ളൂ. ആ 3 അക്ഷരം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് പറഞ്ഞോ, മുടി കള്ളമുടിയാണ്. എന്തിനെ പറ്റിയുള്ള കള്ളക്കച്ചവടം അനുവദിക്കില്ല. അനുവദിക്കാമെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യാജമായി ചിത്രീകരിക്കുന്ന ശൈലി അംഗീകരിക്കുന്നില്ലെന്ന് തുറന്നങ്ങ് പറഞ്ഞേക്കും. എന്നാ വിഷയം കഴിഞ്ഞു. നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. സ്വന്തം സംഘടനയിൽ പോലും സംശയമുണ്ട്, നേതാക്കൾക്ക് പോലും സംശയമുണ്ട്. ഈ ഒരു കാര്യം ഞങ്ങൾ എതിർക്കേണ്ടത് തെറ്റാണോ? ഇത് നമ്മൾ എതിർക്കേണ്ടതല്ലേ? നിങ്ങൾ ആലോചിക്കൂ, എന്തൊക്കെയാ പറഞ്ഞത്. ഒരു തരുവണക്കാരുണ്ട്, അവന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? OM തരുവണം. തല്ലുള്ളിലൊന്നുമില്ല, 0 M. അതായത് ബദലോ അത്ഫ് ബയാനായിക്കോട്ടെ, മണ്ടൻ. തലച്ചോറിൽ ഒന്നുമില്ലാത്ത എന്ന് ഇനീഷ്യൽ തന്നെ കിട്ടുന്ന ഒരു മനുഷ്യൻ. ഇയാളെ കൂടെ വേറൊരാളും കൂടിയിരിക്കണം. അതാരാ? അബ്ദുള്ള. ഇനീഷ്യലൊക്കെ ഉണ്ട്. അത്ര മണ്ടനല്ലാവുന്നത്. ഇവർ രണ്ടാളും വിരുദ്ധ ദിശയിൽ നബിതങ്ങൾ എങ്ങനെ വഷളാക്കുക? ഒരാൾ പറയണ, അബ്ദുള്ള പറയണത് നബിതങ്ങളുടെ സ്വഹീഹുൽ ബുഖാരിയിലെ എല്ലാ ഹദീസും അംഗീകരിക്കില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, എന്ത്? എല്ലാ ഹദീസും അംഗീകരിക്കണില്ലെങ്കിൽ ചിലപ്പോ അബ്ദുള്ളയുടെ മലയാള പരിഭാഷ പറയേണ്ടി വരും. എന്താ? ദേവദാസൻ. സ്വഹീഹുൽ ബുഖാരിയിലെ എല്ലാ ഹദീസും അംഗീകരിക്കൂല എന്നൊരാളെ പറ്റി പറഞ്ഞാൽ അബ്ദുള്ള എന്ന അറബി പദത്തിന്റെ മലയാള പരിഭാഷയിൽ വിളിക്കേണ്ടി വരും എന്ന് പറയാം. നിങ്ങൾക്ക് തിരിഞ്ഞോ? അപ്പൊ ഇനിയിപ്പോ അയാളെ ഇസ്ലാമിൽ നിന്ന് കുറെ പുറത്താക്കി എന്ന് പറഞ്ഞു മറ്റൊരു ആള്, നമ്മളെ MLA, മന്ത്രി, ട്രാൻസ്ഫോമർ വകുപ്പ്. മൂപ്പർ പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ആൾക്കാർ കൂടി ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി. അതിന് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടായിരോ? ഞങ്ങൾക്കറിയില്ല ഇതിങ്ങനെ പുറത്താക്കലാണോ അകത്താക്കലോ. അത് KPCC-യാ? ഇയാൾക്ക് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയാമോ? ഇതിനുണ്ടായിനോന്ന് ഞങ്ങൾക്കറിയില്ല, ഇല്ലേന്ന് ഞങ്ങൾക്കറിയില്ല, പുറത്താകണോ ഞങ്ങൾക്കറിയില്ല, അകത്താണോ ഞങ്ങൾക്കറിയില്ല. അത് AP-നോട് ചോദിച്ചാൽ മതി. മൂപ്പരാണ് അള്ളാഹുവിന്റെ പ്രതിപുരുഷൻ. മുസ്ലിം ആരാണ്, കാഫർ ഏതാണ്, ഹലാൽ ഏതാണ്, ഹറാം എന്നൊക്കെ മൂപ്പരാണ് ചെയ്യിക്കണേ. നമുക്ക് മുസ്ലിമീങ്ങളുടെ ഉള്ളിലുള്ളവരെ പുറത്താക്കണേലൊന്നും അറിയില്ല. ഞങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ മുസ്ലിമായി പരിഗണിക്കണമല്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതല്ല രസം. ആ സംഘടനയുടെ പേര് ഇവിടെ പറഞ്ഞ നമുക്കൊരു നാണക്കേടാണ്. ആ പേര് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നാണക്കേടാകുകയില്ല. അങ്ങനത്തെ നാവുകൊണ്ടൊക്കെ ഈ പേര് പറയാറുണ്ട്. ഗെയിമാണ്. മൂപ്പർ ഇസ്ലാം ഒന്ന് പുറത്താക്കി എത്ര ഞമ്മള് അങ്ങനെ മൂപ്പരത് പഠിച്ചു വരുന്നുള്ളൂ. പാവം മൂപ്പർ വിചാരിച്ചെന്താ വെച്ചാൽ 4 ആൾ കൂടി ജനറൽ ബോഡി കൂടി ഇസ്ലാമിന്റെ ഉള്ളിലേക്കാക്കി, ഹൈ പവർ കൂടി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് കൂടി ഇസ്ലാം ഒന്ന് പുറത്താക്കി. ഇക്കതല്ലേ മൂപ്പർക്ക് അറിയുള്ളൂ.
അപ്പൊ ഇങ്ങനെ ഉരുത്തരങ്കയും ഏതായാലും പോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, OM തരുവാണ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വികൃതമായി ചിത്രീകരിച്ചില്ലേ? എത്ര വികൃതമായി കൂടത്തായനെയും അമ്പലക്കടവനെയും ഓണം വിള്ളിനൊക്കെ 5-6 വർഷം മുടി വെട്ടാതെ ഒരു റൂമിലിട്ട് അടച്ചാൽ എങ്ങനെ ഉണ്ടാവുന്ന ചോദ്യം. എത്ര മുടി ഉണ്ടാവും? എന്താ ചോദ്യത്തിന്റെ പ്രകോപനം? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ ചോദ്യത്തിന്റെ പ്രകോപനം? ഇയാളൊരു മുടി കൊണ്ടുവന്നു. ആരെ? AP. എവിടുന്നേ കൊണ്ടുവന്നു? അബൂദാബി. ആരെ കൊണ്ടുവന്നു? ഖസ്റജ്. ഇതൊക്കെ ആൾക്കാർ മറന്നിട്ടുണ്ടാവും. ആ മുടി പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് 2 മീറ്റർ നീളം, 1.5 മീറ്റർ നീളം, 1.75 സെന്റിമീറ്റർ നീളം. ഇതൊക്കെ പറഞ്ഞത് ആരാരോ? പകരെ. 30 സെന്റിമീറ്ററൊക്കെ അളന്നോക്കി ഇങ്ങനെ പറയും. ഈ മുടിയെ നമ്മൾ സംശയിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വികൃതമായി ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം എഴുതിയത്. നിഷേധിക്കാനാവാത്ത വിധം ചരിത്രപരമായ പൂർണ്ണത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുടുംബത്തിനെ താമസിപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഖുർആനിൽ എന്തേ പറഞ്ഞു? ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. ആരുമില്ലാത്ത, ഒരു കൃഷിയുമില്ലാത്ത ഒരു നാട്ടിലാണ് ഞാൻ എന്റെ കുടുംബത്തെ താമസിപ്പിച്ചതെന്ന് ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞന്ന് മുതലുള്ള പുണ്യപ്രവാചകന്റെ കുടുംബ ചരിത്രം മുസ്ലിം സമൂഹത്തിന്റെ കയ്യിലുണ്ട്. ഇത് ചരിത്രാതീത കാലം മുതൽ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം പരിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഇസ്ലാമിക ലോകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ജീവിതം, എന്നാണ് ഉമ്മ വിവാഹം കഴിച്ചത്, എപ്പോഴാണ് പ്രസവിച്ചത്, എപ്പോഴാണ് പിതാവ് മരിച്ചത്, എവിടെയാണ് മറവ് ചെയ്തത് തുടങ്ങി മുഴുവനും ചരിത്രത്തിന്റെ ഭാഗം. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വല്ലാതെ വർണ്ണിച്ചിട്ടുണ്ട്. കണ്ണിന്റെ പുരികം അമ്പിന്റെ വില്ല് പോലെ വളർന്നു നിൽക്കുന്നുവെന്നും മൂക്കിന്റെ അഗ്രഭാഗത്തിന് അല്പം മാത്രം തുടിപ്പുണ്ടാകുന്നുവെന്നും ചെവിക്കുന്നികൾ നടക്കുമ്പോൾ കുടുങ്ങുമാകുന്നുവെന്നും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശുദ്ധമാക്കപ്പെട്ട നെറ്റിയിൽ 3 വരകൾ ഉണ്ടാകുന്നുവെന്നും ഇസാർ മാത്രം ധരിച്ചാൽ വയറ്റിൽ 3 വരകളെ കാണുമാകുന്നുവെന്നും കാലുകൾ നിലത്ത് വെച്ചാൽ പതിഞ്ഞു നിൽക്കുമാകുന്നുവെന്നും എന്ന് മാത്രമല്ല അവിടുത്തെ വിയർപ്പിന്റെ വാസന എന്താണെന്നും അവിടുത്തെ മുടിയുടെ വർണ്ണം എന്താണെന്നും അവിടുന്ന് ധരിക്കുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്നും മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. അവരൊക്കെ പെരടിയോളം എത്തുന്ന മുടി എന്നാ പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, ഈ തരുവണ്ണുള്ളിൽ ആ തലിന്റെ ഉള്ളിൽ ആളില്ല എന്ന് പറഞ്ഞ എന്താണ്? അങ്ങനെ എന്നാ നാസർ ഫേസിൽ നമ്മളൊരു 6 വർഷത്തിന് മുടി വെട്ടാതെ നിർത്തുക. എത്ര വലുതാവും? ഞാനും മുടി വിട്ടുള്ള 6 വർഷത്തിന് അമിത് ഫേസി വിട്ടുള്ള നോക്കുക. ഇനിയിപ്പോ പ്രവാചകന്റെ മുടി ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ 6 മാസം വെട്ടാതിരിക്കണം ആയിക്കോട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കള്ളമുടിയാണ് നിങ്ങൾ കൊണ്ടുവന്നത് തെളിയിക്കാൻ 6 വർഷം വെട്ടില്ലേ? വെട്ടണ്ട. അമ്പലക്കടവ് ഞാനും നാസർ ഫൈസിയും ഒക്കെ വെട്ടാക്കാം. എത്ര ഇത് വളരാം? എല്ലാവരും ഇതേമാതിരി വളരാം? ആണോ? അല്ല. ഒരു മനുഷ്യന്റെ മുടിയുടെ വളർച്ചയ്ക്കൊരു പരിധിയുണ്ട്. അവിടെ പ്രശ്നം. സഹാബത്ത് റളിയല്ലാഹു അൻഹും കാന അളീമുൽ ജുമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ മുടി നീട്ടി വളർത്തിയിരുന്നു. അത് പെരടയുടെ 2 ഭാഗത്തും തട്ടാറുണ്ട്. അതിലപ്പുറം രേഖപ്പെടുത്തിയിട്ടില്ല. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅളീമുൽ ജുമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മനുഷ്യനായിരുന്നു. അവിടുത്തെ മുടി പെരടയിൽ